സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധം ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർവഹിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രതിഷേധങ്ങളൊക്കെ പലയിടങ്ങളിലും നടന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് അത് സംസ്ഥാനത്തെ മുഴുവൻ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലേക്കും വ്യാപിപ്പിക്കുന്നു. ഈ ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലുകൾക്ക് പിന്നാലെ ഈ പ്രതിഷേധം, എന്തൊക്കെയാണ് വിവരങ്ങൾ റിനു? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ വലിയ വിവാദം ഉയർന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് അടക്കം വിവിധ സംഘടനകൾ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് ഇത് രാഷ്ട്രീയപരമായി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. കണ്ണൂരിൽ KC വേണുഗോപാൽ ഈ പ്രതിഷേധം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന. അതേസമയം BJP ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അതേസമയം ഈ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഈ ഹാരിസ് ഹസന്റെ പക്കൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വീഴ്ചകൾ ഈ പർച്ചേസിംഗിൽ അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഉടൻ തന്നെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്, അതായത് ആരോഗ്യ വകുപ്പിന് സമർപ്പിക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം സർക്കാർ ഡോക്ടർമാരെ ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പാളിച്ചകളിൽ ഡോക്ടർമാരെ പഴിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് KGM-CTAയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് റിനു ശ്രീധറാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണം തുടരുകയാണ്. ഇന്നലെ മെഡിക്കൽ കോളേജിൽ എത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഡോക്ടർ ഹാരിസ് ഹസനിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി. വിവിധ വകുപ്പ് മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടേഴ്സ് ചൂണ്ടിക്കാട്ടി. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പർച്ചേസിംഗിലടക്കം വീഴ്ചയുണ്ടായെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഈ ആഴ്ച തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അതേസമയം ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഡോക്ടർമാരെ പഴിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KGM-CTAയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധിക്കും. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ഡേ ആണ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും ആരോഗ്യ പരിപാലനത്തിനുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഡോക്ടേഴ്സിനോടുള്ള ആദര സൂചകമായാണ് ഈ ദിനം ആചരിക്കുന്നത്. ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയുടെ ജന്മദിനമാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. ചെറിയ ജലദോഷപ്പനി മുതൽ മഹാമാരി വരെ ഏത് ആരോഗ്യ പ്രശ്നത്തിലും ആശ്രയം. വിഷാദരോഗമോ ആത്മഹത്യാ പ്രവണതയോ മനസ്സിന്റെ വിഭ്രാന്തികളോ എന്തുമാകട്ടെ, നാം ഓടിയെത്തുന്നത് ഒരു ഡോക്ടറുടെ മുന്നിലാണ്. ജീവൻ കയ്യിൽ പിടിച്ചുള്ള എല്ലാ ഓട്ടത്തിനുമൊടുവിൽ ഡോക്ടർ കരുതലും സാന്ത്വനവുമാകുന്നു, ആശ്രയവും പ്രതീക്ഷയുമാകുന്നു. ആരോഗ്യരംഗത്ത് രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും മുന്നേറ്റത്തിനു കാരണം ഡോക്ടേഴ്സിന്റെ മികവാണ്. ഡോക്ടേഴ്സിന്റെ മൂല്യവും സംഭാവനകളും പ്രചരിപ്പിക്കുവാനും അവരെ ആദരിക്കാനുമാണ് ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത്. അറിയപ്പെടുന്ന ഭിഷഗ്വരനും ബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ BC റോയിയുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. ദേശീയ ആരോഗ്യ സൂചികയിൽ വർഷങ്ങളായി കേരളം ഒന്നാമത് തന്നെ തുടരാനുള്ള പ്രധാന കാരണം മികച്ച ആരോഗ്യ സംവിധാനങ്ങളും അത് നയിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുമാണ്. എന്നാൽ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഡോക്ടേഴ്സിനും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും നാം അവർ അർഹിക്കുന്ന പരിഗണന നൽകുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സമീപകാലത്ത് ജീവകാരുണ്യ പ്രവർത്തകർക്ക് നേരെയുണ്ടാകുന്ന അക്രമങ്ങൾ കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആരോഗ്യരംഗത്ത് നാം നേട്ടങ്ങൾ കൊയ്യുമ്പോൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളും സുരക്ഷയും ആരോഗ്യ പ്രവർത്തകർക്ക് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കൂടി കടമയാണെന്ന ഓർമ്മപ്പെടുത്തലാകട്ടെ ഓരോ ഡോക്ടേഴ്സ് ഡേയും. റിസർച്ച് ഡെസ്ക് 24. സംസ്ഥാന പോലീസ് മേധാവിയായി റവാദ ചന്ദ്രശേഖർ ഇന്ന് ചുമതലയേൽക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തെത്തിയാണ് ചുമതലയേൽക്കുന്നത്. ഇന്ന് പുലർച്ചെ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി.
ചുമതലയേറ്റ ശേഷം കണ്ണൂരിൽ മുഖ്യമന്ത്രി വിളിച്ച് ചേർത്ത യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. നിലവിൽ IB സ്പെഷ്യൽ ഡയറക്ടറായ റവാഡ ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്നതുവരെ H. വെങ്കടേഷിന് താൽക്കാലിക ചുമതല നൽകിയിരുന്നു. അതേസമയം കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ഉത്തരവിട്ട റവാഡ ചന്ദ്രശേഖറിനെ DGP ആക്കിയതിൽ CPIM-നുള്ളിൽ വിമർശനം ഉയരുന്നുണ്ട്. എന്നാൽ വെടിവയ്പ്പിൽ റവാഡയ്ക്ക് പങ്കില്ലെന്നും അതിനാൽ വിവാദമാക്കേണ്ട എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് നില കൂടുതൽ വഷളായി. VSന്റെ ആരോഗ്യനില തീർത്തും മോശമാണെന്ന് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. വിവരങ്ങളുമായി റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇപ്പോഴും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിട്ടുള്ള VS അച്യുതാനന്ദന്റെ നില ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെയാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവികൾ അടങ്ങുന്ന വിദഗ്ധ സമിതി ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ നില കൃത്യമായി തന്നെ പരിശോധിച്ചത്. ആ പരിശോധനയിലും അദ്ദേഹത്തിന് ഗുരുതര സാഹചര്യമാണ് എന്നുള്ളതാണ്. കാരണം ശ്വാസകോശത്തിലടക്കം അണുബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് മറ്റവയവങ്ങളിലേക്ക് പടരാതിരിക്കുവാനുള്ള ഒരു ഇടപെടലാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ SUT മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ BP കൃത്യമല്ല എന്നുള്ളതാണ്. വൃക്കകളുടെ പ്രവർത്തനവും തകരാറിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആശുപത്രിയിൽ എത്തും എന്നുള്ളതാണ്. ആശുപത്രിയിലെത്തിയ സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നുള്ളതാണ്. എന്തായാലും ഇന്നും വിദഗ്ധ സമിതി ഡോക്ടർമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാർ അദ്ദേഹത്തെ സന്ദർശിച്ച വിലയിരുത്തും, അദ്ദേഹത്തിന്റെ സാഹചര്യം വിലയിരുത്തും. എന്തായാലും നിലവിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ തുടരുക എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കുടുംബവും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ അടക്കമുള്ളവർ. ഉന്മേഷ്, ശരി. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ KS ഉന്മേഷിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഭവിൻ സ്റ്റേഷനിലെത്തിച്ച അസ്ഥികളും ഇരുവരുടെയും വീടുകളിൽ നിന്ന് ഫോറൻസിക് സംഘം ശേഖരിച്ച അസ്ഥികളുമാകും പോസ്റ്റ്മോർട്ടം ചെയ്യുക. തുടർന്ന് DNA പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് ഇത് അയക്കും. കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കിയ അനീഷയെയും ഭവിനെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ 2 ദിവസത്തിനകം നൽകുമെന്ന് പോലീസ് അറിയിച്ചു. സിറിയക്കെതിരായ അമേരിക്കൻ ഉപരോധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. ട്രംപിന്റെ തീരുമാനം സിറിയയുടെ പുനർനിർമ്മാണത്തിനും വികസനത്തിനുമുള്ള വാതിൽ തുറക്കുമെന്ന് സിറിയൻ വിദേശകാര്യമന്ത്രി അസദ് അൽ ഷിബാനി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ഈ പുതിയ നീക്കം ഏത് തരത്തിലായിരിക്കും ഇനി പ്രതിഫലിക്കുക? മധു. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. സിറിയക്കെതിരായ അമേരിക്കയുടെ മിക്ക സാമ്പത്തിക ഉപരോധങ്ങളും നീക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതോടെ ഈ സിറിയയിലെ പുതിയ സർക്കാരുമായിട്ടുള്ള ബന്ധം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഈ സാമ്പത്തിക മേഖലയിലും അതുപോലെ വ്യാപാര മേഖലയിലുമുള്ള ഉപരോധങ്ങളാണ് പ്രധാനമായിട്ടും പിൻവലിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അൽഖയ്ദയുമായിട്ടുള്ള സിറിയൻ നേതാക്കളുടെ മുൻകാല ബന്ധങ്ങളെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ അമേരിക്കയിലെ രാഷ്ട്രീയ രംഗത്തും അതുപോലെ ഭരണരംഗത്തും ഒക്കെ ഉള്ളപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് സിറിയയുമായിട്ടുള്ള അമേരിക്കൻ ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ മെയ്യിൽ പശ്ചിമേഷ്യയിലേക്കുള്ള തന്റെ 2ാം ടൈമിലെ ആദ്യ യാത്രയിൽ അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയെ കാണുന്നത്. സിറിയൻ പ്രസിഡന്റിനെ പറ്റി ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞത് യങ്, അട്രാക്റ്റീവ് ആൻഡ് ടഫ് എന്നായിരുന്നു. നമുക്കറിയാം, 2011 ഈ ഏതാണ്ട് മാർച്ച് മാസത്തിലാണ് സിറിയയിൽ ആഭ്യന്തര കലാപം
ആരംഭിച്ചത്. അപ്പോൾ ട്രംപ് പറയുന്നത് അതിനുശേഷം സിറിയയെ പുനർനിർമ്മിക്കുവാൻ ഒരു അവസരത്തിന് അർഹതയുണ്ടെന്നാണ്. സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു പ്രസിഡന്റുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആ സുപ്രധാനമായ കൂടിക്കാഴ്ച. എന്നാൽ ഇപ്പോൾ റഷ്യയിൽ അഭയം തേടിയിരിക്കുന്ന സിറിയയുടെ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനും കൂട്ടാളികൾക്കും അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റിനും ഇറാനും എതിരെയൊക്കെയുള്ള ഉപരോധം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുമാനം സിറിയയുടെ റീബിൽഡിങ്ങിനും അതുപോലെ ഡെവലപ്മെന്റിനും ഒക്കെയുള്ള വാതിൽ തുറക്കുമെന്നാണ് സിറിയയുടെ വിദേശകാര്യമന്ത്രി അസദ് അൽ ഷിബാനി പറയുന്നത്. അതുപോലെ സിറിയയുടെ സെൻട്രൽ ബാങ്ക്, സിറിയയുടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഈ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ എല്ലാം മാറ്റിയിട്ടുണ്ട്. ചൊവ്വാഴ്ച മുതലായിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ ഈ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രാബല്യത്തിൽ വരിക. കൃഷ്ണ, ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും. പടിഞ്ഞാറൻ ഗസയിലെ അൽ ബഖ കടൽ തീര കഫേയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 40 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. 75 പേർക്ക് പരിക്കേറ്റു. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും പതിവായി വരുന്ന കഫേയാണിത്. ഇന്റർനെറ്റ് ഉപയോഗത്തിനായി മാധ്യമപ്രവർത്തകർ പ്രധാനമായും ഉപയോഗിച്ച് വരുന്നത് ഈ അൽ ബഹ കഫേയാണ്. ആക്രമണത്തെപ്പറ്റി ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള മേഖലാ അവലോകന യോഗം ഇന്ന് കണ്ണൂരിൽ ചേരും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളുടെ അവലോകന യോഗമാണ് ചേരുന്നത്. 4 ജില്ലകളിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. അരുൺ പൂപ്പറമ്പ ഇന്ന് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി അങ്ങനെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗം എപ്പോഴാണ് യോഗം? വിവരങ്ങൾ. ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളുടെ അവലോകന യോഗമാണ് രാവിലെ 10 മണി മുതൽ കണ്ണൂർ കൃഷ്ണമേനോൻ ഗവൺമെന്റ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. ഈ 4 ജില്ലകളിലെയും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായി യോഗം ചർച്ച ചെയ്യും, കാര്യങ്ങൾ വിലയിരുത്തും. 4 ജില്ലാ കളക്ടർമാരും വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗവും അത് സംബന്ധിച്ച് ഉണ്ടാകും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിവിധ മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഈ യോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത, ചുമതലയേറ്റതിനു ശേഷം DGP റവാഡ ചന്ദ്രശേഖർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള DGPയുടെ ആദ്യ ഔദ്യോഗിക പരിപാടിയായിരിക്കും കണ്ണൂരിലെ ഈ അവലോകന യോഗം എന്നുള്ളതാണ് മറ്റൊരു ഈ യോഗത്തിന്റെ പ്രത്യേകത. എന്തായാലും രാവിലെ 10 മണി മുതലാണ് യോഗം നടക്കുക. നേരത്തെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഈ അവലോകന യോഗം നടന്നിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇത്തരത്തിൽ മേഖലാതല അവലോകന യോഗങ്ങൾ നടക്കുന്നത്. അതിൽ 4 ജില്ലകളുടെ അവലോകന യോഗമാണ് കണ്ണൂരിൽ ഇന്ന് നടക്കുക. അന്വേഷ്, കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ്. ഇപ്പോൾ ഒരു വാർത്ത കോട്ടയത്ത് നിന്ന് വരുന്നുണ്ട്. കോട്ടയത്ത് വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു എന്നുള്ള വിവരം ടോബി ജോൺസൺ അവിടെ നിന്ന് അറിയിക്കുന്നുണ്ട്. കൊല്ലാട് സ്വദേശികളാണ് മരിച്ചത്. പിക്കപ്പും ബൊലോറോ ജീപ്പും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. കൊല്ലാട് സ്വദേശികളായ അർജുൻ, ജെയ്മോൻ എന്നിവർ മരിച്ചുവെന്നാണ് ടോബി ജോൺസൺ അറിയിക്കുന്നത് ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. വയനാട് ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രന്റെ കൊലപാതക കേസിൽ മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതമാക്കി പോലീസ്. പ്രതികൾ ഒളിപ്പിച്ച ഹേമചന്ദ്രന്റെ മൊബൈൽ ഫോൺ ഇന്നലെ മൈസൂരു ബംഗളൂരു റൂട്ടിൽ റോഡരികിലെ കാടുമൂടിയ സ്ഥലത്തെ പാറകൾക്കിടയിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ മുഖ്യപ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? അന്വേഷണ പുരോഗതി എന്തൊക്കെയാണ് സമീർ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. മുഖ്യപ്രതിയായിട്ടുള്ള നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ്. 1.5 വർഷം മുമ്പായിട്ടുള്ള തിരോധാനമാണ്, അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർന്നുള്ള നടപടിയിലേക്ക് നീങ്ങിയപ്പോഴാണ് നൌഷാദ് എന്ന വ്യക്തിയാണ് ഈ കേസിലെ മുഖ്യപ്രതി എന്ന് കണ്ടെത്തുകയും പിന്നീട് നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളുമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു ചിട്ടി നടത്തി വരികയായിരുന്നു ഹേമചന്ദ്രൻ. അതിനിടയിലാണ് അത് പൊളിയുകയും വലിയ രീതിയിലുള്ള കടക്കണിയിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തത്. അതിനിടയിലാണ് ഈ ഇത്തരത്തിൽ പണം നൽകിയവർ അത് തിരികെ ആവശ്യപ്പെടുകയും പിന്നീട് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുവരികയും ചെയ്തത്. കോഴിക്കോട് വാടകയ്ക്ക് കഴിയുകയായിരുന്നു അദ്ദേഹം. ആ വേളയിലാണ് പിന്നീട് തട്ടിക്കൊണ്ടുപോവുകയും വയനാട്ടിൽ എത്തിച്ച ശേഷം
പിന്നീട് അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന് ഇരയാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് കേരള തമിഴ്നാട് വനാതിർത്തിയിൽ ഈ ഹേമചന്ദ്രൻ്റെ മൃതദേഹം കുഴിച്ചു മൂടിയത്. അത് പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിനൊടുവിൽ അത് കണ്ടെത്തുകയും ഇപ്പോൾ അത് പുറത്തെടുക്കുകയും ചെയ്തു. അതിൻ്റെ DNA പരിശോധനയ്ക്കായി അതിൻ്റെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ അയച്ചിരിക്കുകയുമാണ്. വിശദമായിട്ടുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിവരം കൂടി വന്നത്. ഇന്നലെ ഈ ഹേമചന്ദ്രൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികളിൽ ഒരാൾ ഹേമചന്ദ്രൻ്റെ സിം ഉപയോഗിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മുൻപ് പറഞ്ഞ വാർത്തയിലേക്കാണ്. കോട്ടയത്ത് വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. കൊല്ലാട് സ്വദേശികളായ അർജുൻ, ജയമോൻ എന്നിവരാണ് മരിച്ചത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, എപ്പോഴായിരുന്നു അപകടം? വിവരങ്ങൾ എന്തൊക്കെയാണ് ടോബി? ഉന്മേഷ, ക്രിസ്റ്റീന, ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം നടന്നത്. കോടിമല പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം ഉണ്ടായത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പിക്കപ്പ് വാനും അതുപോലെ തന്നെ ബൊലോറോ ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന 2 വാഹനത്തിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. ഇവരെ ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാം എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും 2 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇവർ കൊല്ലാട് സ്വദേശികളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൊലോറോ ജീപ്പിനുള്ളിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന 2 പേരുണ്ടായിരുന്നു. ഇവർക്ക് സാരമായിട്ടുള്ള പരിക്കുകളാണ് ഉള്ളത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ചിങ്ങവനം പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. എന്താണ് അപകട കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ മരിച്ചത് കൊല്ലാട് സ്വദേശിയായിട്ടുള്ള ജയമോനും അതുപോലെ തന്നെ അർജുനുമാണ്. ഇവർ പോയിട്ട് വരികയായിരുന്നു. MC റോഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. കോട്ടയം ഭാഗത്തു നിന്ന് വന്ന വാഹനം മണിപ്പുഴ ഭാഗത്തു നിന്ന് വന്ന ബൊലോറയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, ടോബി ജോൺസണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്നൊരു വാർത്ത ഇപ്പോൾ എസ് ശ്യാംകുമാർ അറിയിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വിമാനം റദ്ദാക്കിയെന്ന വാർത്തയാണ്. യന്ത്ര തകരാറിനെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് ഉള്ള വിമാനം റദ്ദാക്കി. എയർ ഇന്ത്യയുടെ വിമാനമാണ്. ഇന്ന് വൈകിട്ട് 6:50 യാത്ര പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ്. 139 യാത്രക്കാരുണ്ടായിരുന്നു. ഇവരെ ഹോട്ടലുകളിലേക്ക് മാറ്റിയെന്നാണ് എസ് ശ്യാംകുമാർ അറിയിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ആഗോളതാപനം വെല്ലുവിളിയാകുന്ന കാലത്ത് പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ സ്ഥാപനമായി മാറാൻ ഒരുങ്ങി ഇൻസൈറ്റ് മീഡിയ സിറ്റി. ഇതിനു മുന്നോടിയായി ഗ്രീൻ ഹൌസ് ഗ്യാസ് എമിഷൻ ഇൻവെന്ററി റിപ്പോർട്ട് സമർപ്പിച്ചു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ റിപ്പോർട്ട് ഏറ്റുവാങ്ങി. സംശുദ്ധോർജ്ജത്തിലേക്കും സീറോ എമിഷൻ യാത്രയിലേക്കുമുള്ള വിപ്ലവകരമായ മാറ്റത്തിന്റെ ഭാഗമാവുകയാണ് ഇൻസൈറ്റ് മീഡിയ സിറ്റി. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ മുന്നോടിയായി ഗ്രീൻ ഹൌസ് ഗ്യാസ് എമിഷൻ ഇൻവെന്ററി റിപ്പോർട്ട് സമർപ്പിച്ചു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ റിപ്പോർട്ട് ഏറ്റുവാങ്ങി. നമ്മുടെ ടെലിവിഷൻ സ്റ്റുഡിയോകളെല്ലാം കാർബൺ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. പക്ഷേ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നൊരു പുതിയ സങ്കല്പം വരികയാണല്ലോ ലോകത്തെല്ലായിടത്തും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടെലിവിഷൻ നെറ്റ്വർക്കിൽ ഈ സംഭവം കൊണ്ടുവരുന്നതിന് ആദ്യ ചുവടുള്ള റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടൊരു വിഷയം നമുക്ക് ഒരു ടെലിവിഷനിൽ കാണിക്കാൻ പറ്റുന്ന ഒരു മാജിക് ആയിരിക്കും ഇത്. അപ്പോൾ കാർബൺ ഫ്രീ എമിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇവിടെ ഉണ്ടാക്കും. നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലെല്ലാം ഈ സംഭവം ഉണ്ടാക്കും. കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യം വെച്ച ഇക്കോ ഡിഫൻസ് 360യുമായി സഹകരിച്ചാണ് പദ്ധതി. ഇതിലൂടെ നമ്മുടെ ആദ്യത്തെ ഗ്രീൻ സസ്റ്റൈനബിൾ മീഡിയ എന്നുള്ള രീതിയിലേക്ക് വളർന്നു വരിക, അതുപോലെ ഒരു 100% കാർബൺ ഫ്രീ മീഡിയ എന്നുള്ള രീതിയിലേക്ക് ടാർഗറ്റ് വെച്ചിട്ടാണ് നമ്മളിത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ചുവടുവെപ്പായിട്ടുള്ള ബേസ് ലൈൻ സ്റ്റഡീസും അതുപോലെ നമ്മുടെ എമിഷൻസിന്റെ അക്കൗണ്ടിങ്ങും കാര്യങ്ങളും നടത്തി കഴിഞ്ഞു. അടുത്ത സ്റ്റേജിൽ നമ്മൾ അതിന്റെ ഇംപ്ലിമെന്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ആഗോളതലത്തിൽ കാർബൺ പൂർണ്ണമായും ഇല്ലാതാക്കുകയെന്ന പരമമായ ലക്ഷ്യത്തോടെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയിലെ എല്ലാ സ്ഥാപനങ്ങളെയും പരിസ്ഥിതി സൗഹാർദ്ദ അന്തരീക്ഷത്തിലേക്ക് മാറ്റും. നമ്മുടെ ടോട്ടൽ കാർബൺ എമിഷൻ എത്രയാണെന്നുള്ളൊരു അനാലിസിസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷവും അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. ഒരു അറൌണ്ട് 5 ഇയേഴ്സിനകത്ത് നമ്മുടെ കാർബൺ എമിഷൻ കഴിയുന്നതും കുറയ്ക്കുക, ഒരു സീറോ കാർബൺ പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടെലിവിഷൻ ഇൻഡസ്ട്രി ആയിട്ട് ഫ്ലവേഴ്സും 24ഉം മാറണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഇനിഷ്യേറ്റീവിന്റെ ഒരു പ്രധാന ലക്ഷ്യം. പരിസ്ഥിതി സൗഹൃദ മാലിന്യ സംസ്കരണം, സോളാർ പാനൽ ക്രമീകരണം, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിങ്ങനെ വിവിധ ക്രമീകരണങ്ങളിലൂടെയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. 24 കൊച്ചി. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുകയാണ്. 9 സംസ്ഥാനങ്ങളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഹിമാചൽ പ്രദേശിൽ നിരവധി കെട്ടിടങ്ങളും റോഡുകളും തകർന്നു. ഒഡീഷയിലെ ബാലസോർ, മയൂർഭഞ്ച് എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി പേരെ ഒഴിപ്പിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ബൽറാം. ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മിന്നൽ പ്രളയം, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ. ഇപ്പോൾ 9 സംസ്ഥാനങ്ങളിലാണല്ലോ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. കഴിഞ്ഞ 7 ദിവസമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറെ രൂക്ഷമായിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം 2 സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വന്നതനുസരിച്ച് നിലവിപ്പോൾ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും റെഡ് അലർട്ട് ഇല്ല. എന്നാൽ 9 സംസ്ഥാനങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് പ്രളയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മഴ സാഹചര്യം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. അസം, നാഗാലാൻഡ്, മണിപ്പൂർ, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ഉള്ളത്. കഴിഞ്ഞ 3 ദിവസമായി അതിശക്തമായ മഴ ലഭിച്ചത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഹിമാചൽ പ്രദേശിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡ് തകരുന്ന സാഹചര്യങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലടക്കം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. 153ഓളം റോഡുകൾ അടച്ചത് എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം അറിയിക്കുന്ന വിവരം. അതേസമയം ഉത്തരാഖണ്ഡിൽ ഇന്നലെ മഴ അത്ര രൂക്ഷമായിരുന്നില്ല. മഴ നേരിയ തോതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തുവന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും സംസ്ഥാനത്ത് ഈ പ്രളയത്തെ തുടർന്നുണ്ടായ രക്ഷാപ്രവർത്തനങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഉത്തർകാശിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ 7 തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും തുടരുകയാണ്. ഹിമാചൽ പ്രദേശിലെ മണ്ഡി അടക്കമുള്ള മേഖലയിലാണ് കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ മഴ പെയ്തതിനെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായത്. ഈ പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനം തുടരുന്നു. അതേസമയം ഒഡീഷയിലെ 2 ഇടങ്ങളിൽ ബാലസോർ, മയൂർഭഞ്ച് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് അതീവ രൂക്ഷമാണ്. ഈ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. നോക്കാം ചില അറിയിപ്പുകൾ. പാലക്കാട് സത്യസായി കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്ന് സൗജന്യ ത്വക് രോഗ പരിശോധനാ ക്യാമ്പ് നടത്തും. ഇന്ന് വൈകിട്ട് 4:45 ക്യാമ്പ്. മരുന്ന് വിതരണവും ഉണ്ടായിരിക്കും. കോഴിക്കോട് തിരുവമ്പാടി, മുത്തപ്പൻപുഴ, മടിപ്പുഴ, കരിമ്പ് എന്നിവിടങ്ങളിൽ വൈദ്യുതി ഇന്ന് മുടങ്ങും. നിയന്ത്രണം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. പത്തനംതിട്ട തിരുവല്ല YMCAയുടെ മാമ്പഴ ചക്കമേളയും കാർഷിക വിപണന മേളയും ഇന്ന് തുടങ്ങും. 20-ൽ പരം വിവിധ മാമ്പഴങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. വയനാട് കൽപ്പറ്റയിൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിന്റെ സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും ഇന്നാണ്. രാവിലെ 10 മണിക്ക് സംസ്ഥാന സെക്രട്ടറി വിനോദ് കണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കോടഞ്ചേരി ഉല്ലാസ് നഗർ, വളയത്തിൽപ്പടി, ഉരപ്പുങ്കൽ എന്നിവിടങ്ങളിൽ നിന്ന് വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം ഇന്ന് 8:30 മുതൽ വൈകിട്ട് 5 വരെ. യന്ത്ര തകരാറിനെ തുടർന്ന് കൊച്ചിയിൽ നിന്നും ദോഹയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി. ഇന്ന് വൈകിട്ട് 6:50 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് റദ്ദാക്കിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാറാണ് ചേരുന്നത്. ശ്യാം, ഗുഡ് മോർണിംഗ്. എയർ ഇന്ത്യ വിമാനങ്ങളുടെ കാര്യത്തിൽ പലതവണ ഇത് ആവർത്തിക്കുകയാണ്. യാത്രക്കാർക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് എപ്പോഴാണ് ലഭിച്ചത്? പകരം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. പകരം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല. ഇന്നലെ വൈകിട്ട് 6:50 നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് റദ്ദാക്കിയത്. യന്ത്ര തകരാർ എന്ന കാരണമാണ് യാത്രക്കാരെ അറിയിച്ചിരുന്നത്. കൊച്ചിയിൽ നിന്നും ദോഹയിലേക്കായിരുന്നു ഈ വിമാനം സർവീസ് നടത്തേണ്ടിയിരുന്നത്. ഏറ്റവും ഒടുവിൽ യാത്രക്കാരെ നിലവിൽ ഹോട്ടലുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 139 യാത്രക്കാരെയാണ് ഹോട്ടലുകളിലേക്ക് മാറ്റിയത്. പകരം ക്രമീകരണം ഒരുക്കും വരെ ഹോട്ടലുകളിൽ തുടരാനാണ് യാത്രക്കാർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്നലെ വൈകിട്ട് 6:50 വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. യാത്രക്കാരെ ഇപ്പോൾ ഹോട്ടലുകളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് എസ് ശ്യാംകുമാർ അറിയിക്കുന്നത് കൊച്ചിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം നാളെ മുതൽ ആരംഭിക്കും. 8 ദിവസങ്ങളിൽ പ്രധാനമന്ത്രി 5 രാജ്യങ്ങൾ സന്ദർശിക്കും. നാളെ ഘാനയിലേക്കാണ് ആദ്യ സന്ദർശനം.
30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിലെത്തുന്നത്. ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയിലും മോദി സന്ദർശനം നടത്തും. 26 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ സന്ദർശനമാണ് ഇത്. ഈ മാസം 6-7 തീയതികളിൽ ബ്രസീലിലെ റിയോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ മാസം 9-ന് നമീബിയയിലും മോദി സന്ദർശനം നടത്തും. പ്രധാന ധാരണാപത്രങ്ങൾ പ്രധാനമന്ത്രി ഒപ്പുവെക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇനി നോക്കാം ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. ഗസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. 72 പേർ കൊല്ലപ്പെട്ടു. ഗസ നഗരത്തിലും വടക്കൻ പ്രദേശത്തും കുറഞ്ഞത് 47 പേർ കൊല്ലപ്പെട്ടു. സെർബിയയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തമാകുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. പ്രതിഷേധം സെർബിയയിൽ തിരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ട്. തൈവാൻ തീരത്ത് സുരക്ഷ ശക്തമാക്കി. തൈവാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം തൈവാൻ തീരത്ത് അനധികൃത കപ്പലുകൾ പിടിച്ചെടുത്തു. ഗ്രീസിൽ കാട്ടുതീ വ്യാപനം. ചൂടുകൂടുന്ന സാഹചര്യത്തിലാണ് കാട്ടുതീ പടരുന്നത് എന്ന് അധികൃതർ. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കോഴിക്കോട് കക്കാടംപൊയിലിൽ നായാട്ടു സംഘം പിടിയിൽ. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ മുഹമ്മദ് അലി, ഹംസ എന്നിവരെയാണ് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്ത തോക്കും പിടികൂടിയിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അരീക്കോട് കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ആന ഇറങ്ങുന്ന പ്രദേശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു. ആ വേളയിലാണ് വെടിവെച്ചത് കേട്ടത്. തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് കക്കാടംപൊയിൽ ഭാഗത്ത് വെച്ചുകൊണ്ട് 2 പേർ പിടിയിലായിരിക്കുന്നത്. ഇതിൽ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് അലി, ഹംസ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. പ്രതികളിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്ത തോക്ക്, അതിൻ്റെ തിര, അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചുകൊണ്ട് മാംസം മുറിച്ചെടുക്കാനുള്ള കത്തി, അങ്ങനെയുള്ള ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. മാനിനെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വനംവകുപ്പാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവരെ കൂടാതെ 4 പേർ കൂടി ഈ കേസിലുണ്ട് എന്ന കാര്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രദേശവാസിയുടെ ഉൾപ്പെടെ ഇതിന് സഹായം ലഭ്യമായിട്ടുണ്ട്. പ്രതികളെത്തിയത് കാറിലാണ്. പിന്നീട് ഈ പരിശോധന നടത്തുകയും ഈ 2 പേർ പിടിയിലാവുകയും ചെയ്തതോടെ മറ്റുള്ളവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, പ്രതികളിൽ നിന്ന് നിലവിൽ ഈ മാനിനെയോ മറ്റോ ഒന്നും വേട്ടയാടിയതിൻ്റെ മാംസമോ മറ്റ് അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ മാംസാവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാവും, തെളിവെടുപ്പും ഉണ്ടാവും. അതിനുശേഷമായിരിക്കും പ്രതികൾക്ക് എതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയും കൂടുതൽ നടപടികളും ഉണ്ടാവുക. രക്ഷപ്പെട്ട 4 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി സമീർ. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട് നമ്പ്യാർകുന്ന് ചീരാൽ മേഖലയിൽ ഭീതി പരത്തിയ പുലി കൂട്ടിൽ കുടുങ്ങി. കല്ലൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ മേഖലയിൽ ഭീതി പരത്തിയ പുലിയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ്, ക്രിസ്റ്റീന, എത്രയോ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ഭീതിയാണ് ഈ പുലി ഈ ചീരാൽ നമ്പ്യാർകുന്ന് മേഖലയിൽ വരുത്തിയത്. അത്രമാത്രം വളർത്തുമൃഗങ്ങളെ ഇത് വേട്ടയാടി കൊന്നിട്ടുണ്ട്. വളർത്തു നായ്ക്കളെ, ഒപ്പം തന്നെ ആടുകളെ ഉൾപ്പെടെ ഈ പുലി വേട്ടയാടിയിട്ടുണ്ട്. 5 മൃഗങ്ങളെ കൊന്നിട്ടുണ്ട്. 6 എണ്ണത്തിന് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അത് അടുത്തിടെ കുറെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഈ പുലിയുടെ അവശനിലയിലുള്ള പുലിയാണ്. അത് ഈ നമ്പ്യാർകുന്ന് എന്ന് പറയുന്നത് അതിർത്തി പ്രദേശമാണ്. വയനാടിനോട് ചേർന്നുള്ള അതിർത്തി പ്രദേശത്താണ് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. നിരന്തരം ഇത് പുറത്തിറങ്ങുകയും പട്ടാപകൽ പോലും ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. ചീരാൽ മുതൽ അപ്പുറത്തുള്ള തമിഴ്നാടിന്റെ ഭാഗമായ നീലഗിരിയുടെ ഭാഗമായ കയ്യൂന്നി വരെയുള്ള മേഖലയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത് കല്ലൂരിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഈ പുലി കുടുങ്ങിയത്. കല്ലൂർ ശ്മശാനത്തിന്റെ അടുത്തായി ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. ആ കൂട്ടിലാണ് ഒടുവിൽ പുലി ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം ഏതാനും ദിവസങ്ങളല്ല, മാസങ്ങളായി തന്നെ ഈ പുലിയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് തോട്ടം മേഖല ഉൾപ്പെടെ വരുന്ന
വരുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ നമ്പ്യാർകുന്നിൽ ഒരു കുട്ടി ഈ വീടിന്റെ കാർപോർച്ചിൽ ഈ പുലി കിടക്കുന്നത് കണ്ടതാണ്. അപ്പോൾ വീട്ടുകാർ ഇറങ്ങി നോക്കിയപ്പോഴാണ് പുലി അവിടെ നിന്നും കടന്നു പോവുകയാണ്. ഇത് അവശ നിലയിലുള്ള പുലിയാണ്. ആളുകൾക്കൊന്നും ഹാനികരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പുലി നിരന്തരം ഈ വളർത്തുമൃഗങ്ങളെ വളർത്തുനായ്ക്കൾ ഒപ്പം തന്നെ ആടുകൾ എന്നിവയൊക്കെയാണ്, അതുപോലെ പശുവിനെ മുറിവേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം. സുർജിത്ത്, ഈ വനംവകുപ്പ് സംഘം എത്തിയിട്ടുണ്ട്. എവിടേക്കാണ് പുലിയെ മാറ്റുക സുർജിത്ത്? വനംവകുപ്പ് സംഘം ഇതിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. അതിനുശേഷം ഒരുപക്ഷെ ഇതിനെ കുപ്പാടിയിലേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഒരുപക്ഷെ സാധ്യതയുണ്ടെങ്കിൽ വനത്തിൽ വിടുക എന്നുള്ള, ഉൾവനത്തിലേക്ക് വിടുക എന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്കും എത്തും. വനംവകുപ്പ് സംഘം എത്തുന്നതേയുള്ളൂ. അതായത് വയനാട് സൗത്ത് ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണിത്. അതായത് മേപ്പാടിയിൽ നിന്ന് വനംവകുപ്പ് സംഘം അവിടേക്ക് എത്തേണ്ടതുണ്ട്. അവർ എത്തിയാൽ ഉടൻ തന്നെ മറ്റു നടപടിയിലേക്ക് കടക്കും. പുലിയെ ഒരുപക്ഷെ പുലിയുടെ ആരോഗ്യസ്ഥിതിയുടെ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ, അതായത് ആരോഗ്യമില്ലാത്തൊരു സ്ഥിതിയാണ് എങ്കിൽ അതിനെ കുപ്പാടിയിലെ മൃഗപരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള സാധ്യതയാവും കാണുക. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ചിലപ്പോൾ പുലിയെ ആരോഗ്യമുള്ള പുലിയെങ്കിൽ അത് സ്വാഭാവികമായും അതിനെ ഉൾവനത്തിലേക്ക് വിടുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് മാറാനുള്ള സാധ്യത ഉണ്ടാകും. എന്തായാലും അതിന്റെ ഒരു നിജസ്ഥിതി എന്താണെന്നുള്ള തരത്തിലുള്ള പരിശോധന നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷമാകും ആ നടപടിയിലേക്ക് കടക്കുക. ആളുകളെ സംബന്ധിച്ചാണ് ആശ്വാസം, വലിയ ആശ്വാസമാണ്. കാരണം അത് ഒരുപാട് നാളുകളായി വലിയ ഭീതി ആ പ്രദേശത്ത് പരത്തിയിരുന്നു. ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കിയില്ലെങ്കിലും പക്ഷേ ഈ വളർത്തുമൃഗങ്ങളെ നിരന്തരം കൊന്നൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് ആളുകളെ സംബന്ധിച്ച ആശങ്ക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പുലി പുറത്തു വരികയും മാത്രമല്ല ഈ പല മേഖലയിലും ഇറങ്ങി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉന്മേഷ്, ശരി. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. കത്രിക്കടവ് പബ്ബിലെ സംഘർഷത്തിൽ എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അനുമതിയില്ലാത്ത സമയത്ത്, നിയമപരമായി അനുവദിക്കാത്ത സമയത്ത് മദ്യം വിളമ്പിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതേ ബാറിൽ വെടിവയ്പുണ്ടായ കാര്യവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയ യുവാവിനെ ചോദ്യം ചെയ്യും എക്സൈസ് കമ്മീഷണറാണ് ഈ റിപ്പോർട്ടിൽ എന്ത് തീരുമാനം എടുക്കണം എന്ന് നിശ്ചയിക്കുന്നത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സൂപ്പർ താരങ്ങൾ ഇന്ന് കളത്തിൽ. മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച്, ലോക 1-ാം നമ്പർ യാനിക് സിനർ എന്നിവരെല്ലാം ഇന്ന് പോരിനിറങ്ങും. വനിതകളിൽ നിലവിലെ ജേതാവ് ബാർബറ ക്രെജിക്കോവ, ഇഗാർ സ്യാംതെക് എന്നിവരും ആദ്യ റൌണ്ട് പോരിന് കോർട്ടിലെത്തും. ഫിഫ ക്ലബ് ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് റയൽ മാഡ്രിഡ് ഇന്ന് കളത്തിലിറങ്ങും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ യുവന്റസ് ആണ് എതിരാളികൾ. ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ അൽ ഹിലാലിനെതിരായ സമനിലക്കുരുക്കോടെ തുടങ്ങിയ റയൽ മാഡ്രിഡ് പതിയെ താളം വീണ്ടെടുക്കുകയാണ്. മെക്സിക്കൻ ക്ലബ്ബ് പച്ചൂക്കയെയും ഓസ്ട്രിയൻ ക്ലബ്ബ് RB സാൽസ്ബർഗിനെയും വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ പ്രീ ക്വാർട്ടറിലെത്തിയ ലോസ് ബ്ലാങ്കോസിന് ഇനി നേരിടാനുള്ളത് ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസിനെ. അസുഖം ഭേദമായി സൂപ്പർ താരം കിലിയൻ എംബാപ്പെ തിരിച്ചെത്തുന്നത് റയലിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. എന്നാൽ എംബാപ്പെ ആദ്യ 11-ൽ കളിക്കാൻ സാധ്യത കുറവ്. വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം, വാൽവർദെ, അലക്സാണ്ടർ, ട്രെന്റ് അർണോൾഡ് എന്നിവർ പതിവ് ഫോമിലേക്ക് ഉയർന്നാൽ ഇറ്റാലിയൻ ക്ലബിന് പിടിച്ചു നിൽക്കാനാവില്ല. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് തകർന്നടിഞ്ഞെങ്കിലും യുവന്റസും മോശമല്ല. കോളോ മുവാനിയും ഫ്രാൻസിസ്കോ കോൺസിക്കാവോയും ഇൽഡിസുമെല്ലാം ചേർന്ന ടീം റയലിന് ഷോക്ക് കൊടുക്കാൻ പോകുന്നവരാണ്. അവസാന 8-ൽ ഇടം മോഹിച്ച ബൊറൂസിയ ഡോട്ട്മുണ്ടും കളത്തിലെത്തും. ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30 നടക്കുന്ന കളിയിൽ സെർജിയോ റാമോസിന്റെ മോൺട്രിയാണ് എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക് 24. വൈക്കം തെക്കേനട ശ്രാവണത്തിൽ അഡ്വക്കേറ്റ് NK ദിവാകരൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. എറണാകുളം ആലുവ കാർമൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ KSEB ഉദ്യോഗസ്ഥനാണ്. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശാന്തകുമാരിയാണ് ഭാര്യ. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് സീന ദിവാകർ, അനൂപ് ദിവാകർ എന്നിവർ മക്കളാണ്. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ അരവിന്ദ് വി, രാധിക പി എന്നിവരാണ് മരുമക്കൾ. സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 വൈക്കത്ത് നടക്കും. പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ KS ഉന്മേഷിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക.
പ്രതി ഭവിൻ സ്റ്റേഷനിൽ എത്തിച്ച അസ്ഥികളും ഇരുവരുടെയും വീടുകളിൽ നിന്ന് ഫോറൻസിക് സംഘം ശേഖരിച്ച അസ്ഥികളും പോസ്റ്റ്മോർട്ടം നടത്തും. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രനാണ് ഇപ്പോൾ തൃശൂരിൽ നിന്ന് ചേരുന്നത്. അമൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏതായാലും 2021-2024 കാലഘട്ടം നടന്ന സംഭവമാണ്. അതിന്റെ ഒരു വെല്ലുവിളി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസിൽ നിലനിൽക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ളത് ഭവിൻ സ്റ്റേഷനിലെത്തി, അതായത് ഈ വിവരം പറയുവാൻ വേണ്ടി പോലീസ് ആ ഒരു സമയത്ത് ഭവിൻ കൈമാറിയ ഈ കുട്ടികളുടെ അസ്ഥികളിൽ ചില സാമ്പിൾസും അതോടൊപ്പം ശരി അമല, ശബ്ദത്തിൽ ചെറിയൊരു വ്യക്തത കുറവ് ഉണ്ട് അമൽ, അതുകൊണ്ടാണ് ഇടപെട്ടത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഉണ്ടാകുമെന്നാണ് അമൽ സുരേന്ദ്രൻ അറിയിക്കുന്നത് തൃശൂരിൽ നിന്ന്. തമിഴ്നാട്ടിലെ ശിവഗംഗയിലെ കസ്റ്റഡി മരണത്തിൽ 5 പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. മുഹമ്മദ് റഹീസ് ഉണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? കൊല്ലപ്പെട്ട അജിത് കുമാറിന്റെ, അതായത് കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഈ അജിത് കുമാർ എന്ന യുവാവ് ഈ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. തിരുപ്പുവനം പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ചപ്പോൾ അതിൽ ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെതിരെ നടപടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് യുവാവിന്റെ ശരീരത്ത് 40ഓളം മുറിവുകളുണ്ട്. ഇത് വ്യക്തമായതോടുകൂടിയാണ് 6 പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളൊരു ആവശ്യം ശക്തമാവുകയും ഇപ്പോൾ എന്തായാലും 5 പേരെ സസ്പെൻഡ് ചെയ്യുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഈ സസ്പെൻഷൻ നടപടി മാത്രമായിരുന്നു പുറത്തു വന്നത്. മാത്രമല്ല ഇന്ന് ഈ ഹൈക്കോടതി ഈ ഒരു വിഷയം പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തിരക്കിട്ടൊരു നടപടി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഈ കസ്റ്റഡി മരണമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കുടുംബം കഴിഞ്ഞ 2-3 ദിവസമായി കടുത്ത പ്രതിഷേധമാണ് സ്റ്റേഷനിൽ നടത്തുന്നത്. മാത്രമല്ല AIADMK ഈ വിഷയം ഏറ്റെടുക്കുകയും സംസ്ഥാന വ്യാപകമായി വലിയൊരു പ്രതിഷേധം കൂടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ DMK സർക്കാരിന്റെ കാലത്ത് കസ്റ്റഡി മരണം കൂടുതലാണ് എന്ന ഒരു ആക്ഷേപവും ഒപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ MK സ്റ്റാലിൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗമൊക്കെ വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇന്നലെ രാത്രിയോടെ തിടുക്കപ്പെട്ട് ഒരു നടപടിയിലേക്കും അറസ്റ്റിലേക്കും ഒക്കെ കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്നത് യുവാവ് തെന്നി വീഴുകയും ഒപ്പം അതിന്റെ ഭാഗമായിട്ടാണ് മരിച്ചതെന്നാണ്. പക്ഷേ ഇന്നലെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ 40ഓളം മുറിവുകൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തുണ്ട് എന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നത്. കോടതി ഇന്ന് ഈ വിഷയം പരിഗണിക്കുമ്പോൾ എന്തായാലും സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്നലെ തന്നെ എന്തിനാണ് നിരായുധനായ ഒരു മനുഷ്യനെ ഈ തല്ലിച്ചതച്ചത് എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തീവ്രവാദിയോട് പെരുമാറുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു കുറ്റാരോപിതനോട് പെരുമാറുന്നത് എന്നുകൂടി കോടതി ചോദിക്കുകയുണ്ടായി. മാത്രമല്ല ഈ അജിത് കുമാർ മോഷണ കുറ്റത്തിലാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. 2 തവണയാണ് ഇയാളെ തുടർച്ചയായ ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ തെളിവ് പോലും പോലീസിന്റെ പക്കൽ ഇന്നുമില്ല. ഇയാൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഏതെങ്കിലും തമിഴ്നാട്ടിൽ DMK സർക്കാർ അധികാരമേറ്റതിനു ശേഷം കസ്റ്റഡി മരണങ്ങൾ കൂടുന്നു എന്ന ആരോപണങ്ങൾക്കിടെ വീണ്ടും ഒരു കസ്റ്റഡി മരണം ഉണ്ടായി. അതിനുശേഷമുള്ള നടപടികളാണ് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരിച്ചത്. ഇപ്പോൾ ഒരു വാർത്ത വിനീത വിജി അറിയിക്കുന്നുണ്ട്. കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ പ്രതികൾ മുൻകൂട്ടി പദ്ധതി ഇട്ടിരുന്നു എന്ന നിഗമനത്തിലേക്ക് അവിടെ അന്വേഷണ സംഘം എത്തുന്നു എന്നാണ് വിനീത വിജി അറിയിക്കുന്ന വാർത്ത. ഈ കോട്ടയത്തെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 2 പേരാണ് ഈ വാഹനാപകടത്തിൽ മരിച്ചത്. കൊല്ലാട് സ്വദേശികളായ അർജുൻ, ജയ്മോൻ എന്നിവരാണ് മരിച്ചത്. ടോബി ജോൺസൺ ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, ഈ അപകടം സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്? പ്രദേശവാസികൾ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? വിശദാംശങ്ങൾ ടോബി. ക്രിസ്റ്റീന, ഉന്മേഷ്, ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവരൊന്നും ഇവിടെ അധികം പേരില്ലായിരുന്നു. ഇതുവഴി കടന്നുപോയ ആളുകളാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും നമുക്കിപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മൊത്തം 9 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതായത് 2 വാഹനങ്ങളിലായി ഒരു ബൊലോറോയും പിക്കപ്പ് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അതിൽ 9 പേരാണ് ഉണ്ടായത്. ഈ ബൊലോറോ വാഹനത്തിൽ 7 പേരുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. അതിൽ ഒരാളുടെ നില ഇപ്പോൾ ക്രിട്ടിക്കലാണ്, വെന്റിലേറ്ററിലാണെന്ന് അറിയുന്നു. ബാക്കി 2 പേരാണ് മരിച്ചത്. ബാക്കിയുള്ള 5 പേർക്ക് നിസ്സാര പരിക്കുകളെ പറ്റിയിട്ടുള്ളൂ എന്നും പറയും. നമുക്ക് കാണാം, ആ ബൊലോറോ ജീപ്പിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചിങ്ങവനം ഭാഗത്ത് നിന്ന് വന്ന വാഹനമാണ്. ആ വാഹനം ഈ
പാലത്തിന് സമീപമെത്തിയപ്പോൾ, കോടിമത പാലത്തിന് സമീപമെത്തിയപ്പോൾ എതിർ ദിശയിൽ നിന്നും വന്ന പിക്കപ്പ് വാനുമായി കൂട്ടിയിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. അങ്ങനെ മറിഞ്ഞതിനെ തുടർന്നാണ് ഇത്രയും വലിയ ഒരു അപകടം സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പിക്കപ്പ് വാൻ ഓടിച്ച ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് രാവിലെ നടന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. നമുക്ക് ഇവിടെയുള്ള ചില നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം ഈ നിയന്ത്രണം നഷ്ടമായി ഈ വാഹനം, ഈ പിക്കപ്പ് വാഹനത്തിൽ ഈ ബൊലോറോ ഇടിച്ചു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. പക്ഷേ എന്തായാലും ഈ അതിലേക്ക് എത്തിയപ്പോൾ റവാഡ ചന്ദ്രശേഖർ DGP ആയി ചുമതലയേൽക്കുന്നതിന് വേണ്ടി പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. പോലീസ് ആസ്ഥാനത്തേക്ക് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നു. എച്ച് വെങ്കടേഷനാണ് ഇപ്പോൾ DGPയുടെ താൽക്കാലിക ചുമതലയുള്ളത്. അദ്ദേഹത്തിൽ നിന്ന് ബാറ്റൺ ഏറ്റെടുക്കും. റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത്. റവാഡ ചന്ദ്രശേഖർ അല്പസമയത്തിനകം ചുമതല ഏറ്റെടുക്കും. അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്ര കേഡറിൽ നിന്ന് ഒരാൾ സംസ്ഥാനത്ത് പോലീസ് മേധാവിയാകുന്നു. ഒപ്പം തന്നെ ഭരണകക്ഷിയായ പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗം അതിനെ വിമർശിക്കുന്നു. എന്നാൽ പോലീസ് ആസ്ഥാനത്ത് അദ്ദേഹത്തിന് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് വിമാനത്താവളത്തിലും സമാനമായ സ്വീകരണമാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്നുള്ളവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം എച്ച് വെങ്കടേഷിൽ നിന്ന് ചുമതലയേൽക്കും. എച്ച് വെങ്കടേഷ് താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന DGP അദ്ദേഹത്തിന് ബാറ്റൺ കൈമാറി അദ്ദേഹത്തിന് പുതിയ DGP ആയി ചുമതലയേൽക്കും. റവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പോലീസ് അദ്ദേഹത്തിന് ഔദ്യോഗികമായുള്ള സല്യൂട്ട് നൽകുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുന്നതിനായി പോലീസ് ആസ്ഥാനത്തിന് അകത്തേക്ക് പോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിച്ചത്. താൽക്കാലിക ചുമതല എച്ച് വെങ്കടേഷിനെ കൈമാറിയിരുന്നു. എച്ച് വെങ്കടേഷിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തിനകത്തുനിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. കേന്ദ്ര കേഡറിൽ നിന്നാണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയായി എത്തുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, അങ്ങനെ റവാഡ ചന്ദ്രശേഖർ DGP ആയി ചുമതലയേൽക്കുന്നു. വിവരങ്ങൾ. ഉന്മേഷ്, ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പിൻഗാമിയായി റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും കേരളത്തിലേക്ക് എത്തി. അതായത് ഒരുപക്ഷെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ അസാധാരണമായ സംഭവമാണ്. കാരണം പുലർച്ചെയൊക്കെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ചൊരു പോലീസ് മേധാവിയാകാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മടങ്ങിയെത്തുന്നു. ശേഷം അതിരാവിലെ 7 മണിക്ക് തന്നെ അദ്ദേഹം 6:55 പോലീസ് ആസ്ഥാനത്തെത്തി ചുമതലയേൽക്കുന്ന വളരെ അസാധാരണമായൊരു സംഭവം. അങ്ങനെ വേണമെങ്കിൽ ഒരുപക്ഷെ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. അല്പസമയം മുമ്പാണ് സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേൽക്കാൻ റവാഡ ചന്ദ്രശേഖർ പോലീസ് ആസ്ഥാനത്തെത്തിയത്. പോലീസ് ആസ്ഥാനത്തെ DGP ആയിട്ടുള്ള S ശ്രീജിത്ത്, മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം താൽക്കാലിക DGP ആയിരുന്നു, താൽക്കാലിക പോലീസ് മേധാവിയായിരുന്ന എച്ച് വെങ്കടേഷിൽ നിന്നും ചുമതല, അധികാരത്തിന്റെ ദണ്ഡ് അത് ഏറ്റെടുത്ത് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തും. 2026 ജൂലൈ വരെയാണ് റവാഡ ചന്ദ്രശേഖരന് കാലാവധി ഉള്ളത്. പോലീസ് മേധാവിയായാൽ സ്വാഭാവികമായും 1 വർഷത്തെ എക്സ്റ്റൻഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 വർഷം സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ തുടരും. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഇതിനോടകം തന്നെ ഒരു പൊളിറ്റിക്കൽ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ കസേരയിലേക്ക് വരുന്നതാണ്, അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക്, സംസ്ഥാന പോലീസ് മേധാവിയുടെ ക്യാബിനിലേക്ക് വരുന്നതാണ്. കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായ സമയത്ത് ഉത്തരവിട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലീസ് മേധാവിയാക്കുന്നു എന്നുള്ള പരാതി അത് CPM-നുള്ളിൽ തന്നെ സജീവമായി ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. ഇന്നലെ P. ജയരാജൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. സ്വാഭാവികമായും ആ വിഷയത്തിൽ CPIM പ്രതിരോധിക്കാൻ അതല്ലെങ്കിൽ വിശദീകരിക്കാൻ വലിയ തരത്തിൽ തലവേദന എടുക്കുന്ന ഒരു സമയത്തു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല ഏൽക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എച്ച് വെങ്കടേഷ് ഉണ്ട്. എച്ച് വെങ്കടേഷ് ഔദ്യോഗികമായി തന്നെ റവാഡ ചന്ദ്രശേഖറിന് താൽക്കാലിക പോലീസ് മേധാവിയുടെ ചുമതല ഒഴിഞ്ഞുകൊടുക്കുന്നു. DGP-മാരായ MR അജിത് കുമാർ, അതേപോലെ S ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്, പോലീസ് ആസ്ഥാനത്തുണ്ട്. അവർ കൂടി സാന്നിധ്യത്തിലാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയുടെ അധികാരം ഏറ്റെടുക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്, ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി സ്വദേശിയാണ്. അദ്ദേഹം ഏറെക്കാലമായി, ഏതാണ്ട് 15 വർഷത്തെ ഈ
കേന്ദ്ര ഡെപ്യൂട്ടേഷൻ, അതായത് ഇന്റലിജൻസ് ബ്യൂറോയിൽ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ എത്തുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അദ്ദേഹം ഔദ്യോഗികമായി എച്ച് വെങ്കടേഷിൽ നിന്നും ഈ അധികാരം അത് ഏറ്റെടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. ഈ UPSC ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്നത് നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത അടക്കമുള്ള ആളുകളായിരുന്നു. ഇവരെ മറികടന്നുകൊണ്ടാണ് ഈ സംസ്ഥാന പോലീസ് മേധാവിയെ റവാഡ ചന്ദ്രശേഖർ എന്നുള്ള പേരിലേക്ക് എത്തുന്നത്. ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ UPSC ചുരുക്കപ്പട്ടികയിലുള്ള 3 ഉദ്യോഗസ്ഥരുടെയും പേരുകൾ മുഖ്യമന്ത്രി അവരുടെ സർവീസ് ഹിസ്റ്ററി മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിനുശേഷം നിലവിലിപ്പോൾ സർവീസിൽ ഭേദം റവാഡ ചന്ദ്രശേഖർ എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് അദ്ദേഹം ഈ റവാഡ ചന്ദ്രശേഖറിനെ DGP ആക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി കാണാനും സാധിക്കും. മാത്രവുമല്ല, ഇതിൽ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചതാണ്. അതായത് സംസ്ഥാന പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് നേരിട്ടെത്തി ഒരാൾ ചുമതല ഏറ്റെടുക്കുന്നത്. ഇതിൽ റവാഡ ചന്ദ്രശേഖറിന് ഏറ്റവും വലിയ തുണയായി മാറിയത് 2 കാര്യങ്ങളിൽ. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ, അത് CPM ഈ മുഖ്യമന്ത്രിയുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയും റവാഡ ചന്ദ്രശേഖറിനുണ്ടായിരുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിലെ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായിട്ടാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിൻ്റെ പോലീസ് മേധാവിയാകുന്നത്. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്. തലശ്ശേരി ASP ആയിട്ടാണ് അദ്ദേഹത്തിന് തുടക്കം. പക്ഷേ കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് സസ്പെൻഷനിലായി. സർവീസിൽ തിരിച്ചെത്തി റവാഡ ആത്മവിശ്വാസവും കണിശതയും കൈവിട്ടില്ല. വിവിധ ജില്ലകളിൽ പോലീസ് മേധാവിയായി. ഇടയ്ക്ക് UN ഡെപ്യൂട്ടേഷനിൽ പോയി. മടങ്ങിയെത്തിയ ശേഷം SSCRBയിൽ IG ആയി. ഏറെ വൈകാതെ വീണ്ടും അദ്ദേഹം IBയിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് പോയി. IBയുടെ സ്പെഷ്യൽ ഡയറക്ടറായി തുടരവെയാണ് കേരളത്തിൻ്റെ പോലീസ് മേധാവിയെ അദ്ദേഹം ചുമതലയേൽക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ വലിയ പൊളിറ്റിക്കൽ വിവാദം, ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയ സാഹചര്യത്തിൽ കൂടിയാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയാകുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഉന്മേഷ്. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. പോലീസ് ആസ്ഥാനത്തെത്തി എച്ച് വെങ്കടേഷിൽ നിന്ന് അദ്ദേഹം ബാറ്റൺ ഏറ്റെടുത്തു. അങ്ങനെ ഔദ്യോഗികമായി അദ്ദേഹം ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നാണ് അദ്ദേഹം സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി എന്ന പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ചേർന്നത് ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന്. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.